നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുടെ ജീവിതം ഓൾമോസ്റ്റ് കഴിയാറായി അല്ലെ? അപ്പൂപ്പന്മാരാണ് 70-80 വയസ്സൊക്കെ ഉണ്ട്, 50-60 ഈ വയസ്സൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ജീവിതം വേണ്ട. പക്ഷെ യങ്സ്റ്റേഴ്സായ നമുക്കും അതോടൊപ്പം തന്നെ എന്റെ ഈ പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും അല്ലെ, ബാഹു കാശി അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവരെ വെള്ളത്തിൽ മുങ്ങിക്കൊല്ലാന്ന ആ ഒരു പെർഫെക്റ്റ് സാഹചര്യം എത്തിക്കഴിഞ്ഞു. കാരണം പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ഓരോരോ സിഗ്നൽസ് തരും. ഓക്കെ, ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഭൂമിനെ കുറിച്ചും പ്രകൃതിനെ കുറിച്ചും കടൽക്ഷോഭം, ഫ്ലഡ്, ഇതെല്ലാം എങ്ങനെ ഉണ്ടാവുന്നു, ഇതിനെല്ലാത്തിനുള്ള സൊല്യൂഷൻസും ഞങ്ങൾ പറഞ്ഞു തരുന്നു. എയർ പൊല്യൂഷൻ എന്താണെന്നും പറഞ്ഞു തരുന്നു, അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ തന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും ഒരിക്കലും എലികളായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിശൂന്യരായിട്ടുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാവില്ല. കാരണം അവർക്ക് വേണ്ടത് എന്തൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലെ, പരസ്പരം തല്ലുന്ന ബിഗ് ബോസ് കണ്ടിരിക്കണം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആരെയും സഹായിക്കരുത്, സഹാനുഭൂതി ഇല്ല, ദയയില്ല, കാരുണ്യമില്ല, കുറെ പണം ഉണ്ടാക്കണം, എന്നാൽ പണം ഉണ്ടാവും, അതുമില്ല. അങ്ങനെ ഒരു എലിറൈസ് ജീവിക്കുന്ന ആൾക്കാരെ ഉണ്ട്. സിനിമ നടന്മാരെല്ലാവരും ഓക്കെ, ഫൂൾസ് എല്ലാവരും ഓരോരോ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്നു അല്ലെ, ഈ ആപ്പിന്റെയും കാര്യത്തിലെല്ലാം അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ കുറെ കട്ടുമോഷ്ടിച്ച് നടക്കുന്നു. പൊളിറ്റീഷ്യൻസ്മാര്, ജഡ്ജിമാരും ഒന്നും മിണ്ടുന്നില്ല. കാരണം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഉടനെ തന്നെ പൊട്ടും. ഓക്കെ, അതിന്റെ എല്ലാം വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. പക്ഷെ അത് കണ്ടാൽ പോലും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കില്ല. കാരണം ഇത് എന്തായത്, കാരണം ആ ഒരു തലച്ചോറിന്റെ ഉള്ളിൽ വെറും ഒരു കളിമണ്ണ് മാത്രമായി പോയി ഇവിടുത്തെ സമൂഹത്തിന്. ഓക്കെ, അതായത് പ്രതികരണശേഷിയില്ല. പത്രമാണെങ്കിലും ന്യൂസ് റിപ്പോർട്ട് ആണെങ്കിലും എല്ലാം അവിടെ ഇവിടെ എല്ലാം വെള്ളപ്പൊക്കം എന്ന് പറയുന്നു. പക്ഷേ അവരാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം ഇത് നിയന്ത്രിച്ചിരിക്കുന്നത് അവരാണ്. ഇതൊരിക്കലും നമുക്ക് പൊളിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 ഫ്ലാറ്റെല്ലാം ഇവിടെ പൊളിച്ചു കളഞ്ഞായിരുന്നു അല്ലെ, വലിയ എന്തോ കുറച്ച് പുഴ കയറി എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങളുടെ. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നഗരമാണ് എറണാകുളം, കൊച്ചി അല്ലെ. അപ്പൊ കേരളം അല്ലെങ്കിൽ കൊച്ചി എല്ലാം വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന ആ ഒരു ബോംബ് ഇവർ പൊട്ടിക്കേ മതിയാവൂ. കാരണം അത് അവരുടെ എയിം തന്നെയാണ്, ആ ഒരു ബോംബ് പൊട്ടണം എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ വിഡ്ഢികളായി 3.5 കോടി ജനങ്ങളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് സ്വർണം മോഷ്ടിച്ചതും അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും പീഡനോ കാര്യങ്ങളൊക്കെയാണ് വലുത്. ഓക്കെ, അതായത് വേറൊന്നുമല്ല, ജാതി വേർപാട് കൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നാക്കി, അതോടൊപ്പം LDF UDF BJP എന്നാക്കി. അപ്പോൾ ഇതെന്താണ്, ഒരു യൂണിറ്റി ഇല്ല. ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഒരു ഐക്യഭാവം തന്നെയാണ് ധർമ്മത്തിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം. അതായത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മുടെ അമേരിക്കയിലെല്ലാം ട്രംപിനെല്ലാം ഉടനെ തന്നെ ഇറക്കും. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ് അത്രയും വരില്ലല്ലോ, ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു എലികൾ അല്ലേ, ഈ LDF എലികള്, UDF എലികള്, BJP എലികള്. അതായത് നമ്മളെ വെള്ളം കുടിപ്പിച്ച് അല്ലെങ്കിൽ ചെളി കഴിപ്പിച്ച് കൊല്ലാൻ വേണ്ടി യാതൊരുവിധ പ്രക്രിയ ഇല്ലാതെ അവർ പ്രതികരിക്കാതെ നിൽക്കുന്ന ആ ഒരു ഫൂൾസിനെ താഴ്ത്തിറക്കൽ വലിയ ആനക്കാരുമല്ല. കാരണം അമേരിക്ക പോലത്തെ സമയത്ത് അവർ ഒറ്റക്കെട്ടാണ്. ഓക്കെ, അവർക്ക് ഈ ബുദ്ധിയുള്ളത് കൊണ്ട് അവർക്ക് ജാതി വേർപാടൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അവരുടെ യൂണിറ്റി, അവരുടെ ലൈഫ് എല്ലാം നശിക്കുമെന്ന് കണ്ടപ്പോൾ അവർ അതിനു വേണ്ടി പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ അത് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ് ഇറക്കാനുള്ള സാഹചര്യം ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു എലികളുടെ പുറകെ ഇങ്ങനെ ആൾക്കാർ നടക്കുന്നു. പക്ഷെ അത് സാധിക്കില്ല. കാരണം ഞാൻ ചുറ്റും കാണുന്നത്, എന്റെ ശരീരം എന്ന് പറയുന്നത്, എന്റെ ആത്മാവ് എന്ന് പറയുന്നത് സമസ്ത പ്രപഞ്ചത്തിലെ ആത്മാവിനായിട്ട് എനിക്ക് ലിങ്ക്ഡ് ആണ്. അതായത് ഇവിടെ എന്ത് സങ്കടങ്ങളും എന്ത് സന്തോഷങ്ങളും നടന്നാലും അതെന്നെ അഫക്ട് ചെയ്യും. അപ്പോൾ ഈ വരാൻ പോകുന്ന അത്ര വലിയൊരു മാരകമായിട്ടൊരു അപകടം മുൻകൂട്ടി കാണുമ്പോൾ അത് എന്തായാലും നിർത്തണം. ഓക്കെ, കാരണം നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹവും നമ്മുടെ ഈ പറഞ്ഞ സ്വത്തും കാര്യങ്ങളെല്ലാം അല്ലേ, ഫ്ലാറ്റ് ഉടമസ്ഥന്മാർ കുറെ പേരുണ്ട്, അവരുടെ ഫ്ലാറ്റ് എല്ലാം ഒഴുകിപ്പോവും. അപ്പോൾ ഇതെന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ.